കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്ന് 7ാം നാൾ. ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ 70% മണ്ണ് നീക്കിയിട്ടും അർജുനെയും ലോറിയെയും കണ്ടെത്താൻ കഴിയാതെ ലോറി കരയിലില്ലെന്ന നിഗമനത്തിൽ കർണാടക ദൗത്യസംഘം. ലോറി കരയിലുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും മണ്ണ് നീക്കിയ ശേഷം എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നാണ് ദൗത്യസംഘം പറയുന്നത്. നദിയിൽ ലോറി വീണെങ്കിൽ ഇതിനകം തന്നെ കയർ പൊട്ടുകയും തടിക്കഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്തേനെ. എന്നാൽ ഒറ്റ തടിക്കഷ്ണം പോലും വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടെ ലോറിയും അർജുനും എവിടെയെന്ന ചോദ്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. ലോറി നിർത്തിയിട്ടടുത്ത് നിന്ന് നീങ്ങിപ്പോയിട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉടമസ്ഥ മനാഫ്. ലോറി നിർത്തിയിട്ട ഭാഗത്തു നിന്നും മണ്ണിടിച്ചിൽ തള്ളിപ്പോയെങ്കിൽ ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്താണ് സാധ്യത. അങ്ങനെ വണ്ടി തള്ളിപ്പോയെങ്കിൽ 1-2 തവണ മറിയാനുള്ള സാധ്യത ഏറെയാണ്. ലോറി മറിഞ്ഞിരുന്നുവെങ്കിൽ ലോറിയിലുള്ള തടിക്കഷ്ണങ്ങളെല്ലാം പരിസരത്ത് തന്നെ കണ്ടെത്തിയേനെ. ഒരു തടിക്കഷ്ണം പോലും ഇതിനോടകം ഇവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർത്തിയിട്ട ഭാഗത്ത് നിന്ന് വണ്ടി നീങ്ങിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. 40 ടൺ ഭാരമുള്ള ലോഡാണ് വണ്ടിയിലുള്ളത്. 400-ലധികം തടിക്കഷ്ണങ്ങൾ ലോറിയിലുണ്ട്. മണ്ണിടിച്ചിൽ ലോറി പുഴയിലേക്ക് പോയെങ്കിൽ ഒരു കഷ്ണം പോലും തടിയും എവിടെയും കണ്ടെത്താനായിട്ടില്ല. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടി തിങ്കളാഴ്ചയും മണ്ണെടുക്കൽ പുരോഗമിക്കുകയാണ്. കരയിലെ മണ്ണ് നീക്കാൻ അവസാന ഘട്ടത്തിൽ കടന്നിട്ടുണ്ട്. റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ലോറിയുടെ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതോടെ ലോറി കരയിൽ ഇല്ലെന്ന നിഗമനത്തിൽ എത്തി. എന്നാൽ ലോറി വെള്ളത്തിലേക്ക് വീണെങ്കിൽ ഒരു തടിക്കഷ്ണമെങ്കിലും പൊന്തി വരാതിരിക്കുമോ എന്ന ചോദ്യം ഉയരുന്നു. 400-ലധികം തടികളാണ് ലോറിയിലുണ്ടായിരുന്നെന്ന് മനാഫ് പറയുന്നു.